നാലാം ദിനവും പ്രക്ഷുബ്ധം. ഇരുസഭകളും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. അദാനി കോഴയടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് നാലാം ദിനവും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. പ്രതിപക്ഷ നടപടിയെ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ രൂക്ഷമായി വിമർശിച്ചു. അദാനി വിഷയത്തിൽ നിയമനിർമ്മാണ നടപടികളിലേക്ക് കടക്കാൻ കഴിയാതെ സ്തംഭിച്ചിരിക്കുകയാണ് പാർലമെന്റ്. മണിപ്പൂർ, സംഫാൽ സംഘർഷം, ഡൽഹിയിലെ ക്രമസമാധാന നില തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ നോട്ടീസ് തള്ളിയതോടെ ലോക്സഭ തുടങ്ങിയത് മുതൽ ബഹളമാണ്. രാജ്യസഭയിലും വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യം സഭാധ്യക്ഷൻ ജഗദീപ് ധൻഖർ തള്ളി. പ്രതിപക്ഷം ബഹളമുയർത്തിയതോടെ വിമർശനവുമായി അധ്യക്ഷൻ രംഗത്തെത്തുകയും ചെയ്തു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ സഭാ നടപടികൾ നിർത്തിവെച്ച് അദാനി വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ബഹളം തുടർന്നതോടെ രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭ വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ ഇന്നത്തേക്ക് പിരിഞ്ഞു. അദാനി വിഷയത്തിൽ തുടർച്ചയായി പാർലമെന്റ് തടസ്സപ്പെടുന്നതിൽ ചില പ്രതിപക്ഷ പാർട്ടികൾ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. സർക്കാർ മൗനം വെടിയും വരെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം തൃണമൂൽ കോൺഗ്രസിന് അദാനി വിഷയത്തിൽ പാർലമെന്റ് തടസ്സപ്പെടുത്തുന്ന നിലപാടിനോട് വിയോജിപ്പുള്ളതായാണ് വിവരം. അദാനി വിഷയത്തിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ നിയമനിർമ്മാണ നടപടികളിലേക്ക് കടക്കാൻ പാർലമെന്റിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. നിയമനിർമ്മാണ അജണ്ടകളുടെ ഭാഗമായി ഇന്ന് ലോക്സഭയിൽ ദേശീയ ദുരന്ത നിവാരണ ബിൽ ഭേദഗതി ചർച്ചയ്ക്ക് ലിസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസവും അദാനി വിഷയത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. തുടർന്ന് പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും പിരിയുകയായിരുന്നു.